ഒരു വമ്പൻ സ്ട്രാറ്റജി മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. വന്ദേ ഭാരത് ട്രെയിനുകൾ ഇനി യാത്രക്കാരെ കൊണ്ടുപോകാൻ മാത്രമല്ല, നിങ്ങളുടെ പാഴ്സലുകളും ചരക്കുകളും അതിവേഗം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും വരുന്നു. രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് ഫ്രൈറ്റ് യമു അതിന്റെ ആദ്യഘട്ട പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. രാജസ്ഥാനിലെ കോട്ട ഡിവിഷനിൽ നടന്ന പരീക്ഷണ ഓട്ടത്തിൽ മണിക്കൂറിൽ 145 കിലോമീറ്റർ വേഗത കൈവരിച്ചാണ് ഈ ചരക്ക് ട്രെയിൻ ചരിത്രം കുറിച്ചത്. ഇത് ഇന്ത്യയുടെ ലോജിസ്റ്റിക് മേഖലയെയും ഇ കൊമേഴ്സ് ബിസിനസിനെയും എങ്ങനെ മാറ്റിമറിക്കും? നമുക്ക് നോക്കാം. എന്താണ് വന്ദേ ഭാരത് ഫ്രൈറ്റ് യമു? ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി വികസിപ്പിച്ചെടുത്ത ഈ അത്യാധുനിക ചരക്ക് ട്രെയിൻ വന്ദേ ഭാരത് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 16 കോച്ചുകളുള്ള ഈ പ്രോട്ടോടൈപ്പിൽ 12 പാഴ്സൽ കോച്ചുകളും 2 റെഫ്രിജറേറ്റഡ് കോച്ചുകളും ഉൾപ്പെടുന്നു. സാധാരണ ചരക്ക് ട്രെയിനുകൾക്ക് ഇല്ലാത്ത വേഗതയും സുരക്ഷയും ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലെ ഓരോ ആക്സിസിലും 20 ടണ്ണിലധികം ഭാരം വഹിക്കാനുള്ള ശേഷിയുണ്ട്. മൊത്തം 397 ടണ്ണിലധികം ചരക്ക് ഒരൊറ്റ യാത്രയിൽ കൊണ്ടുപോകാൻ ഈ ട്രെയിനിന് സാധിക്കും. പരീക്ഷണ ഓട്ടവും വേഗതയും. കോട്ട നാഗ്ദ സവോയ് മധോപൂർ ഹൈസ്പീഡ് കോറിഡോറിലായിരുന്നു പരീക്ഷണം നടത്തിയത്. രാവിലെ 6 മണിക്ക് കോട്ടയിൽ നിന്ന് യാത്ര തിരിച്ച ട്രെയിൻ മടക്കയാത്രയിലാണ് 145 കിലോമീറ്റർ എന്ന റെക്കോർഡ് വേഗത കൈവരിച്ചത്. വരും ദിവസങ്ങളിൽ ചരക്കുകൾ നിറച്ചതും അല്ലാതെയും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തും. എമർജൻസി ബ്രേക്കിംഗ്, സിഗ്നലിംഗ്, ഇന്റർഫറൻസ് തുടങ്ങിയവയെല്ലാം RDSO ഉദ്യോഗസ്ഥർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇ കൊമേഴ്സിനും കോൾഡ് ചെയിനും വൻ നേട്ടം. ഈ ട്രെയിൻ വരുന്നത് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്നത് ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഇ കൊമേഴ്സ് കമ്പനികൾക്കാണ്. വേഗതയിൽ ഡെലിവറി ഉറപ്പാക്കാൻ അവർക്ക് ഇത് വലിയ സഹായകമാകും. കൂടാതെ ട്രെയിനിലെ റെഫ്രിജറേറ്റഡ് കോച്ചുകൾ വഴി പാൽ, പഴങ്ങൾ, മരുന്നുകൾ തുടങ്ങിയ കേടുവരാത്ത സാധനങ്ങൾ കേടുകൂടാതെ ദൂരസ്ഥലങ്ങളിൽ എത്തിക്കാൻ സാധിക്കും. ഇത് ഇന്ത്യയുടെ കാർഷിക, ഔഷധ മേഖലകളിൽ പുതിയൊരു ബിസിനസ് സാധ്യത തുറന്നു നൽകും. അത്യാധുനിക സവിശേഷതകൾ. സാധനങ്ങൾ കയറ്റുന്നതും ഇറക്കുന്നതും എളുപ്പമാക്കാൻ ന്യൂമാറ്റിക് റോളർ ഫ്ലോറിംഗ് സംവിധാനം ഇതിലുണ്ട്. കൂടാതെ സുരക്ഷയ്ക്കായി ഇന്ത്യയുടെ സ്വന്തം കവാച്ച് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റവും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വണ്ടി 5 കിലോമീറ്റർ വേഗത കടന്നാൽ എല്ലാ വാതിലുകളും ഓട്ടോമാറ്റിക്കായി ലോക്കാകുമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. ഇന്ത്യയുടെ മൊത്തം ലോജിസ്റ്റിക് ചിലവ് കുറയ്ക്കാനും റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം റെയിൽവേയിലേക്ക് മാറ്റാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ വലിയൊരു നീക്കമാണിത്. വന്ദേ ഭാരത് ചരക്ക് ട്രെയിനുകൾ വ്യാപകമാകുന്നതോടെ ഇന്ത്യയിലെ ബിസിനസ് മേഖലയിൽ വലിയൊരു വേഗത നമ്മൾ കാണാൻ പോവുകയാണ്. യാത്രാ ട്രെയിനുകൾക്ക് പിന്നാലെ ചരക്ക് ട്രെയിനുകളിലും വന്ദേ ഭാരത് കൊണ്ടുവരുന്ന ഈ മാറ്റത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള റെയിൽവേ വാർത്തകൾക്കും സ്ട്രാറ്റജിക് ബിസിനസ് അപ്ഡേറ്റുകൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.